ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, 50 നോയമ്പിൻ്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്നേ ദിവസം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-ാം വാക്യം നമുക്ക് ധ്യാനിക്കാം. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രിയ നിറഞ്ഞവരെ, ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുകയാണ്, 1 മണിക്കൂർ സമയം എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾ കഴിവില്ലേ എന്ന്. തൻ്റെ പീഡാനുഭവ വേളകളെ അതിജീവിക്കുവാനായിട്ട് ഈശോ സ്വയം ശക്തിപ്പെടുത്തുന്ന പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിരുന്നു ഗെത്സമനിയിലെ ആ സമയം. ഏതാനും പേരെ ശിഷ്യരെ തൻ്റെ കൂടെ കൂട്ടിയത് തൻ്റെ കൂടെ പ്രാർത്ഥിച്ച് ആ ഒരു കൂട്ടായ പ്രാർത്ഥനയുടെ ഫലമായി ശക്തി സ്വീകരിക്കാം എന്നുള്ള ചിന്തയിലാണ് ഈ ശിഷ്യന്മാരെയും ഈശോ കൂടെ കൂട്ടിയത്. പക്ഷേ അവർ ഉറങ്ങി വിശ്രമിക്കുന്നതാണ് കർത്താവ് കാണുന്നത്. പ്രിയപ്പെട്ടവരുടെ വേദനകളിൽ അവരോടുകൂടെ പ്രാർത്ഥിക്കുന്നതിന് 2 ഫലങ്ങളുണ്ട്. ഒന്ന്, ആ വ്യക്തി കടന്നു പോകുന്ന വേദനയുടെ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ച് അവർക്ക് ബലം കൊടുക്കാൻ, ശക്തി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സമാനമായ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നമുക്കവിടെ തളർന്നു പോകാതെ ആ അനുഭവങ്ങളെ ഈ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും. അപ്പോൾ ഗെത്സമനയിൽ ഈശോ ആ ശിഷ്യരെ കൂടെ കൂട്ടിയത് തൻ്റെ കൂടെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുന്നതിന് വേണ്ടിയാണ്. അതൊരു ആത്മീയ സഖിത്വത്തിൻ്റെ വഴിയാണ്. പ്രിയ നിറഞ്ഞവരെ, നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ആത്മീയ സഖിത്വത്തിലേക്കാണ്. വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ശക്തി പകർന്നു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് ഓരോ വിശ്വാസിയും. ആത്മീയ സഖിത്വം പകർന്നു കൊടുക്കാനായിട്ട് നമ്മളെല്ലാവരും തന്നെ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ 50 നോയമ്പിൻ്റെ ദിനങ്ങളിൽ എൻ്റെ ചുറ്റുപാടുമുള്ള, എൻ്റെ കൂടെയുള്ള വേദനിക്കുന്ന സഹോദരങ്ങളുടെ വേദനകളിൽ ആശ്വാസമായി, അതിനെ അതിജീവിക്കാനുള്ള ശക്തിയായി പ്രാർത്ഥനയുടെ ഒരു ആത്മീയ സഖിത്വം കൊടുക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഒരു നിമിഷം ദിവ്യകാരുണ്യയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ. വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് കൂടെ കൂടി പ്രാർത്ഥനയുടെ ഒരു ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് വേദനകളെ അതിജീവിക്കുവാനായിട്ട്, കൂട്ടായ പ്രാർത്ഥനയുടെ ഒരു കൃപ സ്വന്തമാക്കുവാനായിട്ട്, അപരൻ്റെ വേദനകളിൽ ആ വേദന എൻ്റെ വേദനയായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ അവർക്ക് ബലം കൊടുക്കുവാനായിട്ടുള്ള വലിയ നിയോഗമാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങ് തന്നിട്ടുള്ളത് എന്നുള്ള ഒരാഴമേറിയ ഒരു അവബോധം ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് നിറയ്ക്കണമേ ഈശോയെ. താരിളം ഉധിരം ചൊരിഞ്ഞു നിന്നോ, ദൂരയായി തീയം കാഞ്ഞ നിർദ്ധയം സീമയോ നിന്നോ, കോഴിക്കൂകുവോളവും കർത്താവിനെ മറന്നു. സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ ഇളകി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ജീസസ്, ലവ് ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. നോക്കിലേ സോഗസൗമ്യതയിൽ ആഴങ്ങളെ യേശു പുൽകി നിന്നു.
ആത്മതാപമേറ്റും ശിവയോ കണ്ണുനീർ വാർത്തു താരിളം നീൽ മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.